ഹായ്, എന്തെല്ലാം സുഖല്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു സെക്കൻഡ് മൊഡ്യൂളും? ദ സെക്സ് റോൾ തിയറീസ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ്. നമ്മുടെ വിഷയം എന്താണ്? വുമൺ ആൻഡ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന തേർഡ് മൊഡ്യൂൾ എന്താ? ചേഞ്ചിങ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. എന്താണ്? നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥകളിലുള്ള വ്യതിയാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എവിടെ? ഇന്ത്യയിൽ. നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ സ്ത്രീകൾക്ക് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള, അതല്ലെങ്കിൽ ഓരോ റിലീജിയനിലും ഉണ്ടായിട്ടുള്ള, അതല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്കൽ ക്രൈറ്റീരിയയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഓരോ പീരീഡ്സും എടുത്ത് ചർച്ച ചെയ്യുകയാണ്. നമുക്കുള്ള പീരീഡ്സ് ഏതൊക്കെയാണ്? വേദിക് പീരീഡ്, അതേപോലെ തന്നെ മിഡീവൽ പീരീഡ്, പിന്നെ അടുത്തത് മുഗൾ പീരീഡ്, പിന്നെ കൊളോണിയൽ പീരീഡ്, പിന്നെ കണ്ടംപററി പീരീഡ്. മലയാളം പറഞ്ഞുതരാം. എന്താണ് വേദിക് പീരീഡ്? വേദകാലഘട്ടം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് വേദിക് പീരീഡ്. അപ്പോൾ വുമൺ ഇൻ വേദിക് പീരീഡ് നമുക്ക് നോക്കാം. എന്തായിരുന്നു വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ, അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥാനം വളരെ പിന്നിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ സ്ഥാനം വളരെ പിന്നിലായിരുന്നു. ആര്യന്മാരുടെ ഭാര്യമാരായിട്ട് ആരാണുണ്ടായിരുന്നത്? ദ്രാവിഡ വിഭാഗത്തിൽ ഉള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ ഈയൊരു സ്ത്രീകളുടെ സ്ഥാനക്കുറവിന് കാരണം എന്ന് നമുക്ക് പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ ശൈശവ വിവാഹത്തിൽ തന്നെ വിവാഹിതരായിരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ശൈശവ കാലഘട്ടത്തിൽ വിവാഹം ചെയ്താൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ സ്വാഭാവികം ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ സമ്പത്ത് കൈവശം വെക്കാനുള്ള അധികാരം ഈ ഒരു വേദിക് പീരീഡിൽ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നും അതിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ശൈശവ വിവാഹം എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കേണ്ട 2 പോയിൻറ്റ്സുകളാണ്. ഒന്ന്, വിദ്യാഭ്യാസം നൽകിയിട്ടില്ലായിരുന്നു. മറ്റൊന്ന്, സമ്പത്ത് കൈവശം വെക്കാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പീരീഡ് മിഡീവൽ പീരീഡ്, മധ്യകാലഘട്ടം. ഈ മധ്യകാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് വളരെ വലിയ പദവിയൊന്നും നൽകിയിട്ടില്ല. തീർത്തും സ്ത്രീ എന്തായിരുന്നു? പദവിയില്ലാത്ത ഒരു മനുഷ്യജീവിയായി തുടർന്നിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. കാരണം വിവാഹപ്രായം എന്തുള്ളായിരുന്നു? തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ലായിരുന്നു. അതേപോലെ തന്നെ ഒരു വിധവയായാൽ അവൾക്ക് പുനർവിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അതേപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം പോലും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ കൊണ്ട് സ്ത്രീക്ക് എന്തായിരുന്നു? വളരെ വലിയ ഒരു അടിച്ചമർത്തലിൻ്റെ രൂപത്തിലായിരുന്നു ഈ ഒരു മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവകാശം പോലും, അതായത് ഈ സ്ത്രീകൾക്ക് എനിക്ക് ഇയാളെ കെട്ടണം, എനിക്ക് ഇയാളെ കെട്ടാൻ പറ്റില്ല എന്ന് പറയാനുള്ളൊരു അവകാശം പോലും ഇല്ലായിരുന്നു. പിന്നെ ഈ ശൈശവ വിവാഹമാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2 പോയിന്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഒന്ന്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെന്താ? സ്വത്തവകാശം പോലും നൽകപ്പെടാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്ഥാനത്തും വ്യത്യാസമില്ല. അതായത് സ്വത്തവകാശമില്ല, പണമില്ലെങ്കിൽ അവരുടെ സ്ഥാനവും സ്റ്റാറ്റസും എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും എന്നുള്ളതാണ്, ലോ ആയിരിക്കും. അപ്പോൾ ഈ ശൈശവ വിവാഹത്തിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള പോയിൻറ്റ്സുകൾ 2 പോയിൻ്റ് എല്ലാത്തിലും നമ്മൾ എഴുതാം. മനസ്സിലായില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു നെക്സ്റ്റ് പീരീഡിലേക്ക് പോകാം.
ഏതാ നെക്സ്റ്റ് പീരീഡ് ഞാൻ പറഞ്ഞതിൽ മുഗൾ പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ മുഗൾ പീരീഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് ഈ ഇന്ത്യയിലെ സ്ത്രീകളുടെ പദവി മുഗൾ ഭരണകാലഘട്ടത്തിലും മാറ്റമില്ലാതെ തുടർന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലിപ്പോൾ സ്ത്രീകൾ എന്താണ്, വളരെ മോശമായിട്ടുള്ള സ്റ്റാറ്റസിലാണ്, വളരെ ലോ ആയിട്ടുള്ള സ്റ്റാറ്റസിലാണ്. ആ ഒരു സ്റ്റാറ്റസ് തന്നെയാണ് മുഗൾ പീരീഡിലും ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ഇവിടെ ഭർത്താവിനെ ഒരു ദൈവമായി കാണുകയായിരുന്നു, ഭർത്താവിനെ ആരാധനാപൂർവം കാണുന്ന ഒരു മാനസികാവസ്ഥ, അതല്ലെങ്കിൽ ഒരു ശാരീരിക പ്രകൃതിയുമായിരുന്നു സ്ത്രീകളിൽ എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ പുനർവിവാഹം എന്നുള്ളത്, വിധവയുടെ പുനർവിവാഹം എന്നുള്ളത് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു കാലഘട്ടം തന്നെയായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ മരണശേഷം നിർബന്ധമായിട്ടും സതി അതിൽ ആ ചിതയിൽ വീണ് മരിക്കണമായിരുന്നു. അതേപോലെ തന്നെ വീട്ടിനുള്ളിൽ ജോലിക്ക്, അതായത് വീട്ടിനുള്ളിൽ ജോലിക്ക് പുറമെ വീട്ടിന് പുറത്തുള്ള ജോലിയും കൂടി ഈ സ്ത്രീ ചെയ്യണമായിരുന്നു. പിന്നെ ആ ഒരു മുഗൾ ഭരണം ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ഭരണമായതുകൊണ്ട് തന്നെ അവിടെ പർദ്ദ സമ്പ്രദായം സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പർദ്ദ സമ്പ്രദായവും അവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? മുഗൾസ് പീരീഡിൻ്റെ ഏകദേശം ഈ ഒരു വേദിക് പീരീഡും മിഡീവൽ പീരീഡും മുഗൾ പീരീഡും എല്ലാം സ്ത്രീകളുടെ അവസ്ഥ ഒരേ രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ്. അതിനെ നമ്മൾ ജസ്റ്റ് ചേഞ്ചിങ്ങൊന്നുമില്ല, എല്ലായിടത്തും പുനർവിവാഹം ഉണ്ടായിരുന്നില്ല വിധവകൾക്ക്, അങ്ങനെ ഒരു പോയിൻ്റ് എല്ലായിടത്തും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് ഒന്ന് നിങ്ങളെല്ലാം ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിക്കാം. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പീരീഡ് ഏതാ പറ? ഏതായിരിക്കും നെക്സ്റ്റ് പീരീഡ്? ഞാൻ പറഞ്ഞതിൽ വെച്ച് കൊളോണിയൽ പീരീഡ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഈ കൊളോണിയൽ പീരീഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? ഈ കൊളോണിയൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോളനി, അതന്നെ, കോളനികളായിട്ട് തരംതിരിക്കപ്പെട്ടിരുന്ന ആ ഒരു കാലഘട്ടം, കോളനി കാലഘട്ടം. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടനുബന്ധിച്ചാണല്ലോ ഈ കോളനി സമ്പ്രദായങ്ങൾ ഉണ്ടായത്, കൊളോണിയൽ പീരീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിൻ്റെ വേളയിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ഥാനം വളരെ താഴ്ന്നത് തന്നെയായിരുന്നു. അതായത് ഈ മിഡീവൽ പീരീഡിൻ്റെയും വേദിക് പീരീഡിൻ്റെയും മുഗൾ പീരീഡിൻ്റെയും പോലെ തന്നെ. ഓക്കെ, അപ്പം ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ നിരോധനം, വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. കാരണം എന്താ? സ്ത്രീകൾക്കവിടെ വിദ്യാഭ്യാസം നൽകുന്നില്ല. ശൈശവ വിവാഹം എന്തായിരുന്നു? പ്രോത്സാഹിപ്പിച്ചിരുന്നു. ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം തുടങ്ങിയ സാമൂഹ്യ തിന്മകളെല്ലാം ഈ കാലഘട്ടത്തിൽ ശക്തമായി നിലനിന്നിരുന്നു. കാരണം ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇങ്ങനെയൊരു എക്സ്പ്ലാനിങ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. കാരണം അവർ ഇത്തരത്തിലുള്ള പ്ലാനിങ് കൊണ്ടുവന്നാൽ അവിടെ സമൂഹം ഒരിക്കലും വളരില്ല, സമൂഹത്തിൻ്റെ ചിന്തയിൽ എന്തുണ്ടാവില്ല, വളർച്ചയുണ്ടാവില്ല. വിദ്യാഭ്യാസത്തിൻ്റെ അതായത് ഇലിട്രസി ആവുന്ന ഒരു സമൂഹത്തിൽ പുതിയ ചിന്തകൾക്ക് ഉദയം നൽകില്ല, ഒരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടത്, അതാണ് ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആ രാജാറാം മോഹൻ റായ്, അതേപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു പൂലെ, പിന്നെ അതേപോലെ തന്നെ മഹാദേവ ഗോവിന്ദ തുടങ്ങിയ പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകന്മാർ തന്നെ നമുക്ക് പറയാം. ഈ പരിഷ്കർത്താക്കളുടെ അവരുടെ ശ്രമങ്ങളും പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ സ്വതന്ത്ര സമര പ്രസ്ഥാനവും ഇന്ത്യയിലെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. രാജാറാം മോഹൻ റായ് ആണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി ആണെങ്കിലും, ജ്യോതിറാവു പൂലെ ആണെങ്കിലും, മഹാദേവ ഗോവിന്ദയാണെങ്കിലും, പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ സ്വതന്ത്ര സമര പ്രസ്ഥാനവും ഈ സ്ത്രീകളുടെ വളർച്ചയ്ക്ക് കാരണമായി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാലഘട്ടങ്ങൾ, എത്ര കാലഘട്ടമാണ് പഠിച്ചത്? വേദിക്, മിഡീവൽ, അതേപോലെ തന്നെ അതായത് വേദകാലഘട്ടം, മധ്യകാലഘട്ടം, മുഗൾ കാലഘട്ടം, പിന്നെ കൊളോണിയൽ കാലഘട്ടം, പിന്നെ അടുത്തത് പറയുന്നത് കണ്ടംപററി പീരീഡ്, അതായത് സമകാലിക കാലഘട്ടം. കണ്ടംപററി പീരീഡിൽ
സമകാലിക സമൂഹത്തിൽ എന്താണ് സ്ത്രീകളുടെ പദവി ഉയർന്നതാണ്. നമുക്കറിയാം ഇന്ന് സ്ത്രീകളെ ആരും അടിച്ചമർത്തുന്നത് പൊതുവായിട്ട് കാണുന്നില്ല, ചില ഏരിയകളിൽ കാണുന്നല്ലാതെ പൊതുവായിട്ട് നമുക്കെന്തില്ല, ഈ സ്ത്രീകൾ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമാണ്, ഒരു വർഗമാണ് എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്ലാസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ സ്ത്രീകൾ കാരണം അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങി, അതേപോലെ തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ തൊഴിലവസരങ്ങളും നൽകാൻ തുടങ്ങി. അപ്പോൾ ഈ കുടുംബത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീകളുടെയും അംഗീകാരം വർദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് സമ്പത്ത് കൈവശം വെക്കാൻ ഇന്ന് സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ പുരുഷ മേധാവിത്വം കൂടുതൽ പ്രകടമാകുന്നില്ല. കാരണം എന്താ, സമ്പത്ത് സ്ത്രീക്ക് കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ പുരുഷ മേധാവിത്വം എന്തുണ്ടാവില്ല, പ്രകടമാവില്ല. നോട്ട് ദ പോയിന്റ്, സമ്പത്ത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് നമ്മൾ വേദകാലഘട്ടം, മധ്യകാലഘട്ടം, മുഗൾ കാലഘട്ടം, കൊളോണിയൽ കാലഘട്ടം, കണ്ടംപററി പീരീഡ്, സമകാലീന കാലഘട്ടം. ഈ 5 പീരീഡുകളിലാണ് നമ്മൾ വുമൺ ചേഞ്ചിങ് ചർച്ച ചെയ്തത്, അവരുടെ സ്റ്റാറ്റസ് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ 5 കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പുരോഗതികൾ, അവരുടെ അവസ്ഥയിലുണ്ടായിരുന്ന അവരുടെ ലോ സ്റ്റാറ്റസ്, ഹൈ സ്റ്റാറ്റസ് എന്തെല്ലാമെന്നാണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വർഗീകരിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കാം. മനസ്സിലായോ? ഇതെല്ലാം കാണാതെ പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി മാത്രം പഠിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നിയമപരമായിട്ട് സ്ത്രീകൾക്ക് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ, നിയമപരമായിട്ട് സ്ത്രീകളുടെ സ്റ്റാറ്റസ്, അവരുടെ അവസ്ഥകൾ എന്താണ് നമുക്ക് നോക്കാം. നിയമപരമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അവർക്ക് നൽകുന്ന അധികാരങ്ങൾ എന്തെല്ലാം നോക്കാം, അതല്ലെങ്കിൽ അവകാശങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് ആർട്ടിക്കിൾ 14. എന്താണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണ്. ഏതാണ്? ആർട്ടിക്കിൾ 20 to ആർട്ടിക്കിൾ 32 എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെയാണല്ലോ ഈ ഒരു മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ 14 പോകുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഓക്കെ, അപ്പം നിയമം അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം സ്ത്രീകൾക്കും ഒരുപോലെ നൽകണം, പുരുഷന്മാർക്കും ഒരുപോലെ നൽകണം. ആ ഒരുപോലെ നൽകാത്തൊരവസ്ഥ എന്തായി? അതായത് പുരുഷ മേധാവിത്വത്തിനുള്ള ഒരു നിയമം വന്നില്ലേ, അതിനെതിരെയുള്ള. ഓക്കെ, അതിന് ആർട്ടിക്കിൾ 15 എന്നുള്ളത് ലിംഗസ്ഥാനത്തിൽ, അതായത് ലിംഗാടിസ്ഥാനത്തിൽ ഒരു പൗരന് നേരെയും യാതൊരു വിവേചനവും നൽകാൻ പാടില്ല. അതായത് ഒരു ഇന്ത്യൻ പൗരന് ആർട്ടിക്കിൾ 15 പ്രകാരം ലിംഗാടിസ്ഥാനത്തിൽ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു നിയമങ്ങളും കൊടുക്കാൻ പാടില്ല. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമായിരിക്കണം എന്ന് തന്നെ. മനസ്സിലായോ? എന്താണെങ്കിലും. ഇനി അടുത്തത് ആർട്ടിക്കിൾ 16 ആണ്. അത് ജോലിയിൽ എല്ലാവർക്കും തുല്യവേതനം, ജോലിയിൽ എല്ലാവർക്കും സമത്വം, അവസര സമത്വം. സ്ത്രീകൾക്ക് കുറച്ച്, പുരുഷന്മാർക്ക് ഒരുപാട്, അങ്ങനെയല്ല, എല്ലാവർക്കും 50-50 ആയിരിക്കും നൽകണം എന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 39D പ്രകാരം പുരുഷനും സ്ത്രീകൾക്കും തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്താം. പുരുഷനും സ്ത്രീയും ഇപ്പോൾ ഒരു ജോലി ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പുരുഷനും സ്ത്രീയും ഒരേ വർക്ക്, ഒരേ കാറ്റഗറിയിലുള്ള ജോലി ചെയ്യുമ്പോൾ സ്ത്രീക്ക് ഒരു 600 രൂപ കൊടുത്തു, പുരുഷന് ഒരു 800 രൂപ കൊടുത്തു. അങ്ങനെയല്ല വേണ്ടത്. ആർട്ടിക്കിൾ 39D പറയുന്നത് എല്ലാവർക്കും തുല്യവേതനം നൽകണം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ പഠിക്കാൻ സുഖമാണ്. ആ ആർട്ടിക്കിളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് 929 പാസ്സാക്കിയ ഒരു നിയമം. അത് 949 ഭേദഗതി അമെൻമെൻറ്റ് വരുത്തുകയും ചെയ്ത ശൈശവ വിവാഹം നിരോധനം. അപ്പോൾ ഈ ശൈശവ വിവാഹം നിരോധനം ചെയ്തു.
എന്നിട്ട് അത് എന്തായി 18 വയസ്സിന് താഴെ വിവാഹം എതിർത്തു. ഇപ്പോഴത്തെ നിയമപ്രകാരം എന്താണ്, 18 വയസ്സിന് താഴെയുള്ള ഒരുത്തെയും വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് എന്താണ്, കുറ്റകരമാണ് 18 വയസ്സിന് താഴെ വിവാഹം ചെയ്താൽ. അടുത്തത് 961 നടപ്പാക്കിയ ഒരു സ്ത്രീധന നിരോധന നിയമം. അത് 984 എന്തായി, ഭേദഗതി ചെയ്തു, അമെൻമെൻറ്റ് ചെയ്തു. അതെന്തായി, സ്ത്രീധനം എന്നുള്ളത് ഒരു കുറ്റകൃത്യമായിട്ട് എന്തായി പരിഗണിച്ചു എന്നുള്ളതാണ്. അടുത്തത് തൊഴിൽ മേഖലയിലെ സ്ത്രീ സുരക്ഷിതത്വമാണ്. അവൾ സുരക്ഷിതരാവണം എന്നുള്ളത്. പിന്നെ അവരുടെ ആരോഗ്യം എന്നിവ കണക്കിലെടുത്ത് തൊഴിൽ സമയം 7 to 6 ആക്കി ലഘൂകരിച്ചു. 7 to 6 hour, മനസ്സിലായോ? അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷിതത്വം, അവരുടെ മറ്റുള്ള സുരക്ഷിതത്വം എന്നുള്ളതിൻ്റെ രീതിയിൽ 7 to 6 hour ആയിട്ട് എന്തായി ലഘൂകരിച്ചു എന്നുള്ളത്. അതായത് 8 to 6. ഇനി അടുത്തതല്ല, അവസാനമായിട്ട് പറയുന്നത് മിനിമം വേതനം, കൂലി എന്നുള്ളത്. അതേപോലെ തന്നെ പ്രസവ കാലഘട്ടത്തിൽ ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ളതാണ്. പ്രസവ കാലഘട്ടത്തിൽ സ്ത്രീ ജോലിക്ക് വരാൻ സാധിക്കില്ലല്ലോ, അപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം നിയമം മൂലം നൽകപ്പെട്ടു. പ്രസവകാലത്ത് വേതനം നൽകണം, മനസ്സിലായോ? ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ അങ്ങനെയാണല്ലോ. പ്രഗ്നൻസി, ഡെലിവറി പീരീഡൊക്കെ വരുമ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേതനവും ലഭിക്കും. അവർക്ക് എനിക്ക് തോന്നുന്ന വേതനം ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലീവും ലഭിക്കും. ഓക്കെ, അപ്പം അതാണ് നിയമപരമായിട്ടുള്ള സ്ത്രീകളുടെ സ്റ്റാറ്റസ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഓഫ് ദി വ്യൂമൺ. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള അവസ്ഥകൾ, വുമൻസിൻ്റെ, സ്ത്രീകളുടെ അവസ്ഥകളാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം സ്ത്രീകളുടെ പങ്കാളിത്തം ചരിത്ര ഗ്രന്ഥങ്ങളിൽ എന്തായിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം കൂടുതലായിരുന്നു. കാരണം ഗാന്ധിജിയുടെ സമരങ്ങളിലൊക്കെ സ്ത്രീകളെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും, എല്ലാ സമരങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്നാൽ സ്വതന്ത്രാനന്തരം ഇന്ത്യയിൽ ജനാധിപത്യ ക്രമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്തെന്തായി, സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായി. കാരണം സ്ത്രീകൾ കാൻഡിഡേറ്റ് ആയിട്ടൊന്നുമില്ല, കുറവായി. അപ്പം ഈ സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ അവസരങ്ങളുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും അതിൽ മടി കാണിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്നോണം അതിൽ നിന്ന് സ്ത്രീകളുടെ എണ്ണം കുറവാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പഞ്ചായത്തി രാജ് സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ഈ എല്ലാ തലത്തിലും മൊത്തം സീറ്റിൻ്റെ 1/3 എന്ത് കൊടുക്കണം, സ്ത്രീകൾക്ക് വേണ്ടി നീക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും നിയമസഭയിലേക്കും ആ മണ്ഡലങ്ങളിൽ സ്ത്രീകൾ പ്രതിനിധികൾ വളരെ കുറവാണ്. കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് ഭരണരംഗത്ത് ഫലപ്രദമായ മുന്നേറാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രെജുഡൈസ് ഉണ്ടാക്കി വെച്ചു, ഒരു മുൻധാരണ ഉണ്ടാക്കി വെച്ചു. അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പം ഈ സ്ത്രീകളുടെ പ്രാധാന്യം കുറവാൻ കാരണമായി ഈ ഒരു പ്രെജുഡൈസ്, അതല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ എന്തായി, പിന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയാൻ കാരണമായി എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മളിതുവരെ പറഞ്ഞത് ഓരോ പീരീഡ് വെച്ച് പറഞ്ഞു, പിന്നെ ലോ വെച്ച് പറഞ്ഞു, പിന്നെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് വെച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്തായിരിക്കും, റിലീജിയൻ, മതപരമായിട്ട്. അപ്പോൾ മതപരമായിട്ട് മതത്തിനുള്ളിൽ സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ച്, അവരുടെ സ്റ്റാറ്റസുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് സ്റ്റാറ്റസ് ഓഫ് വുമൺ എമംഗ് ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്തു മതത്തിൽ സ്ത്രീകളുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്നുള്ളതാണ്, ഇപ്പോഴുള്ള അവസ്ഥകൾ എന്താണ്. നമുക്കറിയാം ബൈബിളാണല്ലോ ക്രിസ്തു മതസ്ഥരുടെ വേദഗ്രന്ഥം എന്നുള്ളത്. ഓക്കെ, അപ്പം ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഉണ്ടായത് പുരുഷനിൽ നിന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമത പ്രകാരം സ്ത്രീ പുരുഷനേക്കാൾ താഴ്ന്നതും പുരുഷനാൽ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. കാരണം പുരുഷനില്ലാത്ത സ്ത്രീ അപൂർണമാണ്. പ്രലോഭനങ്ങളുടെ പുരുഷനെ വീഴ്ത്താൻ ആർക്ക് കഴിയും, സ്ത്രീക്ക് കഴിയുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഉൽപ്പത്തിയായി ബൈബിളിൽ പറയുന്നത് ദൈവം ആദ്യമായി ആദം എന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയും
അത് പുരുഷനെയും, അവനൊരു ആദം എന്നുള്ളൊരു പുരുഷനാണല്ലോ, ആ ആദം എന്നുള്ള പുരുഷന് കൂട്ടായിട്ട് ഹവ്വ എന്ന സ്ത്രീയെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് സ്വർഗത്തിലെ ഏദൻ എന്ന തോപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ അവിടെ ആ ഏദൻ തോട്ടത്തിൽ അവിടെ അവർക്ക് പല വിലക്കപ്പെട്ട കനികളുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഹവ്വ എന്ന സ്ത്രീ ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആദം എന്നുള്ള പുരുഷനെ പ്രലോഭിച്ചുകൊണ്ട് പ്രലോഭിച്ചു എന്നുള്ളതാണ്. ആ പ്രലോഭനത്തിൻ്റെ കാരണമെന്നോണം അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ പുരുഷനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആരാണ്? സ്ത്രീ. ആ സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സ്ഥാനം എന്നും താഴ്ന്നതായിരുന്നു എന്നാണ് ക്രിസ്ത്യൻ മതത്തിൽ ക്രിസ്തു മതങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ മതത്തിൽ വിവാഹം എന്നത് ദൈവികമായ ഒരു കൂട്ടിച്ചേരലാണ്. കാരണം വിവാഹത്തിന് രണ്ടുപേർക്കും സമ്മതമുണ്ടോ എന്ന് അവരുടെ തിരുസഭയിൽ ചെന്നിട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിന് സമ്മതം നൽകാത്ത ഒരു വിഭാഗമാണ് ക്രിസ്തുമതം എന്നുള്ളത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സമ്പത്ത് കൈവശം വെക്കാനുള്ള അധികാരവും ക്രിസ്തുമതത്തിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു സ്റ്റാറ്റസ് ഓഫ് ദി വുമൺ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാലോ? ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന റിലീജിയൻ, ദ സ്റ്റാറ്റസ് ഓഫ് ദി വുമൺ എമംഗ് ഇസ്ലാം. മുസ്ലിങ്ങൾ ഇസ്ലാമിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും ഏകദേശം ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ കാഴ്ചപ്പാടുമായിട്ടുള്ള ഒരു ചെറിയ സാമ്യം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിൽ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷൻ്റെ വാരിയെല്ലിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും പറയുന്നത് ഒരുപോലെയാണ്. മനസ്സിലായോ? അപ്പോൾ ഖുർആൻ സ്ത്രീകൾക്ക്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥം. അപ്പോൾ ഈ ഖുർആൻ സ്ത്രീകൾക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും മതചിന്തകന്മാരും അതിലെ പ്രഭാഷകന്മാരും സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ബഹുഭാര്യത്വം സ്ത്രീകളുടെ മോശമായ അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. ബഹുഭാര്യത്വം എന്നുള്ളത് ഒരു പുരുഷൻ തന്നെ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കുക, അത് അവസ്ഥ അങ്ങനെ ഉണ്ടാവുന്നത് പുരുഷൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് അപ്പം നിലനിൽക്കുന്നു. അപ്പം മോശമായിട്ടുള്ള അവസ്ഥ കാരണമായി ഇസ്ലാമിക സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം മതപരമായ ചടങ്ങുകൾക്ക് അനുവാദമുണ്ട്. മനസ്സിലായോ? മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് പുരുഷന്മാരോടൊപ്പം അനുവാദമുണ്ട്. എന്നാൽ മതം സ്ത്രീ പുരോഹിതന്മാരെ അനുവദിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം സ്ത്രീ പുരോഹിതന്മാരല്ല, പ്രീസ്റ്റുകളില്ലല്ലോ. സ്ത്രീകൾ പ്രീസ്റ്റുകളായിട്ട് ഇസ്ലാം മുഖ്യധാരയിൽ കാണുന്നില്ല. സ്ത്രീ തൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു. സ്ത്രീ തൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കരുതെന്ന് ഖുർആൻ പറയുന്നു. ആ പ്രദർശിപ്പിക്കരുതെന്നതിൻ്റെ കാരണത്താൽ സ്ത്രീ എന്തായിരുന്നു? പല പുരുഷന്മാരും ദർശനങ്ങളിൽ നിന്നും ശരീരം മറച്ചു വയ്ക്കുന്നു എന്നുള്ള, പർദ്ദ ധരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? സ്ത്രീകൾക്ക് വേദാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്കായി പ്രത്യേക സ്ഥലം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരം സ്ത്രീ ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് മറ്റുള്ളവർക്ക് കേൾക്കും എന്നുള്ളതാണ്. അന്യപുരുഷന്മാരുമായി സംവദിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ അനുവാദം കൂടാതെ അതിഥികളെ സ്വീകരിക്കാൻ പോലും പാടില്ല. സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശമാണ് ഇസ്ലാം പറയുന്നത്. അവൾക്ക് പട്ടുവസ്ത്രങ്ങൾ ധരിക്കാനും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാനും ആരാധനാകർമ്മങ്ങൾ വീട്ടിൽ വെച്ച് നടത്താനും ഇസ്ലാം അവസരം നൽകുന്നുണ്ട്.
പിന്നെ ചെറുപ്രായത്തിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. സ്ത്രീകളുടെ വിവാഹ പ്രായം നിയമപ്രകാരം 18 ആയി അംഗീകരിച്ചിട്ടും അതിനു മുമ്പ് തന്നെ വിവാഹം നടത്തുന്നുണ്ട് ഇസ്ലാം. മനസ്സിലായോ? ഇസ്ലാമികമായിട്ട് സ്ത്രീകൾക്ക് വിവാഹപ്രായമില്ല, പ്രായപൂർത്തിയായതിനു ശേഷം വിവാഹം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് പറയുന്നത് ലാസ്റ്റ് മതമായിട്ട് ഇന്ത്യയിൽ ഹിന്ദുസിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാറ്റസ് ഓഫ് വുമൺ എമംഗ് ഹിന്ദുസ് ആണ്. അപ്പം ഹിന്ദുക്കളിൽ കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും തങ്ങളുടെ ഇഷ്ടപ്രകാരം ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിനും വിധവാ പുനർവിവാഹത്തിനുള്ള അവസരം നൽകിയിരുന്നു. മാത്രമല്ല വിവാഹമോചനവും അനുവദിക്കപ്പെട്ടിരുന്നു സ്ത്രീകൾക്ക്. എന്നാൽ വേദകാലഘട്ടത്തിന് ശേഷം സ്ത്രീകൾ അതുവരെ ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. അവർക്ക് വേദപഠനം നിഷിദ്ധമായി, വിധവാ പുനർവിവാഹവും ഇല്ലാതെയായി, നിർത്തലാക്കി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ആ ഒരു ഹിന്ദുസിൻ്റെ സെക്ടറിൽ പറയുന്നത്. മനസ്സിലായി? അപ്പം അടുത്ത ഭാഗത്തോട്ട് പോവാം. അടുത്തൊരു പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലിപരമായിട്ടുള്ള ഒരു പാർട്ടാണ്. മതവുമില്ല, മറ്റുള്ള പീരീഡ്സും ഇല്ല. മനസ്സിലായോ? അപ്പം ഇനി പോകുന്നത് ഫാമിലി, റോൾ ഓഫ് വുമൺ ഇൻ എ ഫാമിലി. വുമൺ ഇൻ എ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ പങ്ക്, അതേക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ട, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അതൊക്കെ അറിയുന്ന വിഷയങ്ങളാണ്. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം. കുടുംബം എന്നുള്ളത് സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ്. മനസ്സിലായോ? സ്ത്രീ ഒരിക്കലും കുടുംബത്തിൽ പുരുഷന് തുല്യമല്ല. സ്വാഭാവികം, അതായത് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സംരക്ഷക എന്ന നിലയിൽ എപ്പോഴും ആരാണ്? സ്ത്രീകളുടെ പങ്ക് എപ്പോഴും സ്ത്രീകളാണ്. കാരണം ഈ സ്ത്രീകൾക്ക് നമുക്കറിയാം, ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് സ്ത്രീകൾ കുടുംബത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്. അതായത് ഇന്ന് എന്നല്ല, എന്നും സ്ത്രീകൾ ഗ്രാമപ്രദേശങ്ങളിൽ ആ കുടുംബവുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് അത്രയേ ഉള്ളൂ ലോകം എന്നുള്ളത്. കുട്ടികളെ സംരക്ഷിക്കുക, ഭക്ഷണം പാകം ചെയ്യുക, വീട് വൃത്തിയായി സൂക്ഷിക്കുക, അതാണ് അവരുടെ ഉത്തരവാദിത്തം. എന്നാൽ നാം ഇങ്ങ് അർബൺ സൊസൈറ്റിയിലേക്ക്, നഗരപ്രദേശങ്ങളിലേക്ക് പോയാൽ തീർത്തും വ്യത്യസ്തമാണ്. നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഫലമെന്നോണം സ്ത്രീകളുടെ അവസ്ഥയിൽ, സ്റ്റാറ്റസിൽ ചേഞ്ചസ് ഉണ്ടായി. ഇന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും പുരോഗതികളുണ്ട്. അപ്പം ഇന്ന് ഒരു പരിധിവരെ പുരുഷനോടൊപ്പം സ്ത്രീക്കും അവകാശം പങ്കുവെക്കാനും ആദ്യകാല കുടുംബ വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് ലഭിക്കാതിരുന്ന പല അവകാശങ്ങളും ആധുനിക കാലഘട്ടത്തിൽ ലഭിച്ചു പോരുന്നുമുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് പറയുന്ന വിഷയം ഡ്യുവൽ റോൾ ഓഫ് വുമൺ ഹൗസ് വൈഫ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഡബിൾ റോള്, രണ്ട് പങ്ക്. ഒന്ന് വീട്ടിലെ ഹൗസ് വൈഫായിട്ടും, മറ്റൊന്നുള്ളത് അവരുടെ ജോലി, പുറത്തുള്ള ജോലി. അതെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ കുടുംബത്തിന് പുറത്തും സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ തുടങ്ങിയതിൻ്റെ ഫലമെന്നോണം സ്ത്രീകൾക്ക് ഇരട്ട റോള്, ഡബിൾ റോള് വന്നു. ഈ ഡബിൾ റോളിനെ കുറിച്ച് ധാരണകൾ ഉയർന്നു, കുറിച്ചുള്ള ധാരണകൾ വളരെയേറെയാണ്. കാരണം പഴയകാല ചിന്താഗതികളായ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും സംരക്ഷക, കുടുംബിനി എന്നീ പദവികളിൽ മാറ്റം വന്നിരിക്കുന്നു. കാരണം പുറത്തും പോയി ജോലി ചെയ്യുന്നു. മാറ്റമെന്നാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞാലും അവളുടെ തൊഴിൽ, അതായത് ആ സ്ത്രീയുടെ തൊഴിൽ രംഗത്ത് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഈ ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് ജോലി ഭാരവും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ടി വരുന്നു. അതാണ് ഡബിൾ റോള്. അപ്പോൾ ഈ ഡബിൾ റോൾ, ഇരട്ട റോൾ കൈകാര്യം ചെയ്യുക എന്നത് വളരെ പ്രയാസകരമാണ്. കാരണം ഡബിൾ റോൾ വന്നാൽ മാനസികപരമായിട്ടുള്ള ഡിപ്രഷൻസ്, സമ്മർദ്ദം, പിരിമുറുക്കം മൊത്തം സ്ത്രീകളിൽ ഉണ്ടാവും എന്നുള്ളതാണ്.
അപ്പോൾ ഈ വീട്ടിലെ ജോലി ഭാരം പങ്കുവെക്കാൻ പുരുഷന്മാർ തയ്യാറായാൽ ഈ ഡബിൾ റോൾ ഉത്തരവാദിത്തം വളരെ നല്ല സുഖകരമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, ഒരു സർവൻറ്റിനെ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്താൽ എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ഡബിൾ റോൾ ഉത്തരവാദിത്തം സ്ത്രീകളുടെ ആ ഒരു പ്രശ്നങ്ങൾ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റം വരാൻ കാരണമാവും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് വുമൺ ആൻഡ് മാരേജ് എന്നുള്ള ഒരു ഭാഗമാണ്. വിവാഹമില്ലാത്ത സ്ത്രീകളുടെ ജീവിതം അപൂർണമാണ് എന്നാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ വിവാഹിതരായ സ്ത്രീകളോടും വിവാഹിതരില്ലാത്ത, അതായത് അവിവാഹിതരായ സ്ത്രീകളോടും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് എന്തുണ്ട്, മാറ്റമുണ്ട് എന്നുള്ളതാണ്. കാരണം വിവാഹിതരാകുന്ന സ്ത്രീകളോട് ചർച്ച ചെയ്യുന്ന രീതിയിലല്ല അവിവാഹിതരായ സ്ത്രീകളോട് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികം. സ്ത്രീകളുടെ പദവിയും അവസ്ഥയും വിവാഹത്തോടെ മാറുന്നു എന്നതാണ്. ശരിയാണ്. പുരാതന കാലം തന്നെ വിവാഹിതരും അവിവാഹിതരുമായ സ്ത്രീകൾക്ക് നൽകിയിരുന്ന പരിഗണനയിൽ എന്തുണ്ടായിരുന്നു, എക്സ്ട്രീം ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് നേരത്തെയുള്ള വിവാഹം എന്നതുപോലെ തന്നെ വൈകിയുള്ള വിവാഹം സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് വിവാഹ നിയമപ്രകാരം നടക്കുന്നത് ശൈശവ വിവാഹം ഇന്ത്യയിൽ നിയമലംഘനം മൂലം നിരോധിച്ചിട്ടുണ്ട്. വിവാഹം നിയമപ്രകാരം നടക്കുന്നുണ്ട്. ആ നിയമപ്രകാരം 18 വയസ്സിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് വിവാഹിതരാവാൻ പറ്റുകയുള്ളൂ. അപ്പം ഹിന്ദു നിയമപ്രകാരം ബഹുഭാര്യത്വം അംഗീകരിക്കപ്പെടുന്നില്ല. പക്ഷേ ഇസ്ലാമിക പ്രകാരം ബഹുഭാര്യത്വം അംഗീകരിക്കപ്പെടുന്നു. ഇന്ന് ഇന്ത്യയിൽ വിവാഹമോചനങ്ങൾ അനുവദിക്കുന്നതിനും നിയമപ്രകാരമാണ്. ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് റോൾ ഓഫ് വുമൺ ഇൻ ഫ്രീഡം മൂവ്മെൻറ്റ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകളുടെ പങ്ക്, ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ മൂവ്മെൻറ്റിലുള്ള പങ്ക് എന്തൊക്കെയാണ് നമുക്കറിയാം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം തികച്ചും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു, പ്രകടമായിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയാൽ നയിക്കപ്പെട്ട പ്രസ്ഥാനത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നും സ്ത്രീകളുണ്ടായിരുന്നു. വ്യത്യസ്ത മേഖല എന്ന് പറയുമ്പോൾ പണക്കാർ, സാക്ഷരത, നിരക്ഷരർ, ഗ്രാമീണർ, നഗരത്തിൽ താമസിക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഓരോ ഘട്ടത്തിലും നേരിട്ടും അല്ലാതെയും എന്തായിട്ടുണ്ട്, സ്ത്രീകളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിലുദാഹരണങ്ങളായിട്ട് റാണി ലക്ഷ്മിബായി, ബീഗം ഹർഷത് മഹൽ, ആനി ബസന്റ്, മാഡം ഭിക്കാജി കാമ, പിന്നെ കസ്തൂർബായ് ഗാന്ധി, സരോജിനി നായിഡു, കമല നെഹ്റു, വിജയ് ലക്ഷ്മി, അതേപോലെ തന്നെ സുചേത കൃപാലനി, പിന്നെ അരുണ ആസിഫ് അലി, എനിക്ക് തോന്നുന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾ എന്തുണ്ട്, ഈ ഒരു ഗാന്ധിജിയുടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിലും 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലും മദ്യവർജന പ്രസ്ഥാനത്തിലും സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിലുമെല്ലാം സ്ത്രീകളുടെ സാന്നിധ്യം പ്രാതിനിധ്യം എന്തായിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട്. 1927 ആൾ ഇന്ത്യ വുമൺ കോൺഫറൻസ്, അതായത് AIV-ൻ്റെ രൂപീകരണം സ്ത്രീകളുടെ പുരോഗതിയുടെ തുടക്കമായിരുന്നു. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്ത്രീകളുമായി ബന്ധപ്പെട്ട സാമൂഹിക ദുരാചാരങ്ങൾ ദുരാചാരങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി AIWE പ്രവർത്തിച്ചു. അതായത് ആൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 1929 ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ശാരദ ആക്റ്റും AIWC ആട്ടോ, WE അല്ല, AIWCയുടെ പ്രവർത്തന ഫലമാണ്. അതായത് വുമൺ മൂവ്മെൻറ്റ്, AIWE അല്ല കേട്ടോ, AIWC, ആൾ ഇന്ത്യ വുമൺ കോൺഫറൻസ്. AIWC അത് നിരോധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി വുമൺ മൂവ്മെൻറ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയുന്നത് വുമൺ മൂവ്മെൻറ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ മൂവ്മെൻറ്റ്. അതായത് 1947 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ അവരുടെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ വർദ്ധിച്ചു. ഇന്ത്യ
എന്നുള്ളത് വികസന പ്രവർത്തനങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി മെച്ചപ്പെടുത്താൻ നേതൃത്വം തീരുമാനിച്ചു. ഈ ഒരു നേതൃത്വം പ്ലാനിങ്ങിലൂടെയായിരുന്നു. അവിടെ സ്ത്രീകളുടെ പദവിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടി സ്ത്രീകളുടെ ക്ഷേമം വരുത്തുന്ന ഒരു പദ്ധതി 1953 ആവിഷ്കരിച്ചു. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്, അതായത് CSWB ആണ് ഈ പദ്ധതി ഉണ്ടാക്കിയത്. ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമമാണ് അതായത് CSWB, അതായത് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് നടപ്പിലാക്കിയിരുന്നത്. പിന്നെ അങ്ങോട്ട് വന്ന് 1953 തന്നെ നാഷണൽ ഫെഡറേഷൻ ഫോർ ഇന്ത്യൻ വുമൺ NFIW പോലെയുള്ള സംഘടനകളും രൂപീകരിക്കപ്പെട്ടു. 1970കളിൽ സ്ത്രീകളുടെ മുന്നേറ്റങ്ങളിൽ ഒരു പുതിയ വളർച്ച പ്രകടമായി. മനസ്സിലായോ? അപ്പോൾ ഈ 1975 സ്ത്രീകളുടെ പദ്ധതി ഉയർത്തുന്നതിനായി കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ, അവരുടെ സ്റ്റാറ്റസ് പദവി ഉയർത്തുന്നതിന് വേണ്ടി, അതായത് CSWL എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന അസമത്വങ്ങളെക്കുറിച്ചാണ് ഈ കമ്മിറ്റി പഠനം നടത്തിയത്. പിന്നെ 1975 തന്നെ ഇൻ്റർനാഷണൽ വുമൺ ഇയർ IWY ആയി ആചരിക്കപ്പെട്ടു. അപ്പോൾ 1975 ഇൻ്റർനാഷണൽ വുമൺ ഇയർ ആയിട്ട് ആചരിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ തുടർന്ന് വന്ന 12 വർഷം ഇൻ്റർനാഷണൽ വുമൺ ഡിക്കേഡ്, മനസ്സിലായോ, അതായിട്ട് IWD ആയിട്ട് തുടർന്ന് 12 വർഷം ആചരിച്ചു. വുമണെ 1975 ഇൻ്റർനാഷണൽ വുമൺ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. പ്രധാനമായും 6 തരത്തിലുള്ള സംഘടനകളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആ 6 ഘട്ടത്തിലുള്ള 6 നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, സ്വയം നിയന്ത്രിത ഭരണ സംഘടനകൾ, അതായത് ഓട്ടോണമസ് ഗ്രൂപ്പാണ്. അതായത് പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രചാരണങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തുന്ന സംഘടനകളാണ് ഈ ഒരു ഗ്രൂപ്പ് എന്നുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബഹുജന അടിത്തറയുള്ള സംഘടനകൾ, അതായത് ഗ്രാസ് റൂട്ട് ഓർ മാസ് ഓർഗനൈസേഷനാണ്. തൊഴിലാളി യൂണിയനുകൾ, കർഷക തൊഴിലാളി സംഘടനകൾ, ആദിവാസി സംഘടനകളെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തേത് എന്തെന്ന് വെച്ചാൽ സേവന സംഘടനകൾ, സർവീസ് ഗ്രൂപ്പാണ്. അതായത് പരിസര ശുചിത്വം, ആരോഗ്യം, ബോധവൽക്കരണം, ആശ്രിതർക്ക് ഗൃഹനിർമ്മാണം എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളാണ് സേവന സംഘടനകൾ, സർവീസ് ഗ്രൂപ്പുകൾ എന്നുള്ളത്. നാലാമതായിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള സ്ത്രീകളുടെ സംഘടനകൾ, അതായത് പ്രൊഫഷണൽ വുമൻസ് ഗ്രൂപ്പ് എന്നുള്ളത്. എന്താണ് ഈ പ്രൊഫഷണൽ വുമൻസ് ഗ്രൂപ്പ്? അതൊന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, അതായത് കാണാതെ പഠിക്കാനൊന്നുമില്ല. നമ്മൾ എന്താണോ ഹെഡിങ് പറഞ്ഞത് അത് തന്നെ. അതായത് സ്ത്രീകൾ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സംഘടനകൾ. മനസ്സിലായില്ലേ? എന്തിനാണ് ഒരു സംഘടന ഉണ്ടാവുക? കൂട്ടമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ സംഘടനകൾ ഉണ്ടാവുക. അപ്പം ഈ ഒരു പ്രൊഫഷണൽസിൻ്റെ പ്രശ്നങ്ങളാണ് ഇത്. അതിനുവേണ്ടി അവർ സംഘം ചേരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അഞ്ചാമതായിട്ട് പറയുന്നത് രാഷ്ട്രീയ കക്ഷികളിലെ വനിതാ വിഭാഗം, അതായത് വുമൺ വിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ നിൽക്കുന്ന പോഷക സംഘടനകൾ, അതിൽ സ്ത്രീ വിഭാഗം ഉണ്ടാവില്ലേ? പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുണ്ട്, അതേപോലെ തന്നെ LDF മൂവ്മെൻറ്റിലുണ്ട്, അതേപോലെ CPM-ലും CPIM-ലും IUML-ലൊക്കെ എന്തുണ്ട്, ഇതുണ്ട്. അപ്പം എക്സാമ്പിൾ മഹിളാ കോൺഗ്രസ്, മഹിളാ മോർച്ച, അതേപോലെ തന്നെ. ഇനി ആറാമത്തേത് സ്ത്രീ സംബന്ധമായ ഗവേഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംഘടനകൾ, റിസർച്ച് ഓറിയൻറ്റഡ് ഓർഗനൈസേഷൻ, അതായത് സ്ത്രീകളുടെ സംബന്ധമായിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന സംഘടനകൾ. മനസ്സിലായല്ലോ? 6 പഠിക്കാൻ സിമ്പിളായിട്ട് പഠിക്കാം. ഒന്ന് സ്വയം നിയന്ത്രിതം, രണ്ടാമത് ബഹുജനാടിത്ത. സ്വയം നിയന്ത്രിതം പറയുമ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടാം. ബഹുജനം എന്ന് പറയുമ്പോൾ തൊഴിലാളി യൂണിയൻ, സേവനം എന്ന് പറയുമ്പോൾ പരിസര ശുചിത്വം, അതുപോലെ ഔദ്യോഗികം എന്ന് പറയുമ്പം ഉദ്യോഗസ്ഥര്, രാഷ്ട്രീയം എന്ന രാഷ്ട്രീയത്തിൽ, പിന്നെ സ്ത്രീ സംബന്ധമായ ഗവേഷണം, റിസർച്ച് ഓറിയൻറ്റഡ്,
ഇതൊക്കെ പഠിക്കാൻ സിമ്പിളാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു പാഠഭാഗത്തിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.